മാർക്കറ്റ് സർവേയുടെയും സ്വാച്ച് ഫയലിന്റെയും സെഷന്റെ പാർട്ട് 2ലേക്ക് സ്വാഗതം. ഈ സെഷന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്കിവ ചെയ്യാൻ സാധിക്കും. ഒരു ഫാബ്രിക് സ്വാച്ച് ഫയൽ നിർമ്മിക്കുന്നതിനുള്ള പ്രധാന ഘട്ടങ്ങളെക്കുറിച്ച്, നാച്ചുറൽ ഫാബ്രിക്കിനുള്ള സാമ്പിൾ സ്വാച്ച് ഫയലിനെ കുറിച്ച് വിവരിക്കാനും സിന്തറ്റിക് ഫാബ്രിക്കിനുള്ള സാമ്പിൾ സ്വാച്ച് ഫയലിനെ കുറിച്ച് വിവരിക്കാനും സ്പെഷ്യാലിറ്റി ഫാബ്രിക്കിനുള്ള സാമ്പിൾ സ്വാച്ച് ഫയലിനെ കുറിച്ച് വിവരിക്കാനും. സ്വാച്ച് ഫയലിന് ആവശ്യമായ ടൂളുകളും മെറ്റീരിയലുകളും ഇവയാണ്: റെക്കോർഡ് നോട്ട്, ഫാബ്രിക് ഗ്ലൂ, നീഡിലും ത്രെഡും, കോട്ടൺ ഫാബ്രിക്, സിൽക്ക് ഫാബ്രിക്, ലിനൻ ഫാബ്രിക്, പോളിസ്റ്റർ ഫാബ്രിക്, നൈലോൺ ഫാബ്രിക്, വെൽവെറ്റ് ഫാബ്രിക്, സ്യൂഡെ ഫാബ്രിക്, ലെതർ. ഇനി വ്യത്യസ്ത ഫാബ്രിക്കുകൾ പ്രദർശിപ്പിക്കുന്നതിന് മാത്രമല്ല, ഇൻഫോം ചെയ്ത ചോയ്സുകൾ നടത്താൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു ഫാബ്രിക് സ്വാച്ച് ബുക്ക് നിർമ്മിക്കുന്നതിനാവശ്യമായുള്ള സ്റ്റെപ്പുകളെക്കുറിച്ച് നമുക്ക് പര്യവേഷണം ചെയ്യാം. ഡിസൈനർമാർക്കും ആർട്ടിസൻസിനും ടെക്സ്റ്റൈലുകളിൽ പ്രവർത്തിക്കുന്ന ഏതൊരാൾക്കും ഒരു ഫാബ്രിക് സ്വാച്ച് ബുക്ക് ഒരു അത്യാവശ്യ ടൂളാണ്. വിവിധ ഫാബ്രിക്കുകൾ നേരിട്ട് കാണാനും തൊട്ടുനോക്കാനും കഴിയുന്ന വിധത്തിലുള്ള ഒരു സമഗ്ര റഫറൻസ് ഗൈഡായി ഇത് പ്രവർത്തിക്കുന്നു. നന്നായി ഓർഗനൈസ് ചെയ്ത ഒരു ഫാബ്രിക് സ്വാച്ച് ബുക്ക് മെറ്റീരിയൽ സെലക്ഷനും ഡിസൈൻ ഇൻസ്പിറേഷനും വിലമതിക്കാനാവാത്ത ഒരു റിസോഴ്സ് ആണ്. ഒരു സ്വാച്ച് ബുക്ക് എങ്ങനെ നിർമ്മിക്കാമെന്ന് നമുക്ക് നോക്കാം. ഒരു നല്ല ഫാബ്രിക് സ്വാച്ച് ബുക്കിൽ വൈവിധ്യമാർന്ന മെറ്റീരിയലുകൾ ഉൾപ്പെടുത്തണം. കോട്ടൺ, ലിനൻ, സിൽക്ക് തുടങ്ങിയ നാച്ചുറൽ ഫാബ്രിക്കുകൾ ഉൾപ്പെടുത്തുന്നത് പരിഗണിക്കുക. അതുപോലെ പോളിസ്റ്റർ, നൈലോൺ തുടങ്ങിയ സിന്തറ്റിക് ഫൈബറുകളും. കൂടാതെ വിവിധ ആപ്ലിക്കേഷനുകൾക്കായി സമഗ്ര തെരഞ്ഞെടുപ്പ് നൽകുന്നതിന് വെൽവെറ്റ്, സ്യൂഡെ, ലെതർ, ലേസ് എന്നിവ പോലുള്ള സ്പെഷ്യാലിറ്റി ഫാബ്രിക്കുകളും എക്സ്പ്ലോർ ചെയ്യുക. ഫാബ്രിക് സ്വാച്ച് ബുക്ക് യൂസർ ഫ്രണ്ട്ലി ആക്കാൻ ഫാബ്രിക്കുകളെ ഓരോ കാറ്റഗറിയായി സെറ്റ് ചെയ്യുക. ഫൈബർ ടൈപ്പ്, വീവ്, വെയ്റ്റ് അല്ലെങ്കിൽ കളർ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള വിഭാഗങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ഓരോ ഫാബ്രിക് സ്വാച്ചിലും വിശദമായ വിവരങ്ങൾ ഉണ്ടായിരിക്കണം. ഇങ്ങനെ വിവരങ്ങൾ നൽകുന്നതിലൂടെ യൂസേഴ്സിന് അവരുടെ പ്രോജക്റ്റിനനുയോജ്യമായ ഫാബ്രിക്കുകളെ കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കാൻ സാധിക്കും. ഫാബ്രിക് നെയിമിൽ എളുപ്പത്തിൽ തിരിച്ചറിയുന്നത് സഹായിക്കാൻ ഫാബ്രിക്കിന്റെ പേര് വ്യക്തമായി രേഖപ്പെടുത്തുക. ഫൈബർ കണ്ടന്റ്. ഫാബ്രിക്കിൽ അടങ്ങിയിരിക്കുന്ന പ്രൈമറി ഫൈബറുകളെല്ലാം ലിസ്റ്റ് ചെയ്യുക. ഉദാഹരണം: കോട്ടൺ, പോളിസ്റ്റർ ബ്ലെൻഡ്. കെയർ ഇൻസ്ട്രക്ഷനുകൾ. വാഷിംഗ്, ഡ്രൈയിംഗ്, അയണിംഗ് എന്നിവയ്ക്കായുള്ള ഗൈഡ് ലൈനുകൾ ഇതിൽ ഉൾപ്പെടുന്നു. ഇത് ഫാബ്രിക്കിന്റെ ക്വാളിറ്റി നിലനിർത്താൻ സഹായിക്കുന്നു. വിയറും ടിയറും ഒഴിവാക്കാൻ ഓരോ ഫാബ്രിക് സ്വാച്ചും സുരക്ഷിതമായി സ്വാച്ച് ബുക്ക് പേജുകളിലേക്ക് അറ്റാച്ച് ചെയ്യുക. ഫാബ്രിക് ഗ്ലൂ ഉപയോഗിച്ചോ സ്റ്റിച്ചിങ്ങിലൂടെയോ ഇത് അറ്റാച്ച് ചെയ്യാം. യൂസേഴ്സിന് ഓരോ ഫാബ്രിക്കിന്റെയും ടെക്സ്ചറും ഡ്രേപ്പും എളുപ്പത്തിൽ പരിശോധിക്കാൻ കഴിയുന്ന തരത്തിൽ സ്വാച്ചുകൾ ഫ്ലാറ്റായും സുരക്ഷിതമായും അറ്റാച്ച് ചെയ്തിരിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക. ചില നോർമൽ നാച്ചുറൽ ഫാബ്രിക്കുകൾ അവയുടെ പേര്, ഫൈബർ കണ്ടന്റ്, ജനറൽ കെയർ ഇൻസ്ട്രക്ഷൻസ് എന്നിവയ്ക്കൊപ്പം സ്വാച്ച് ബുക്ക് സൃഷ്ടിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. കോട്ടണിലെ ഫൈബർ കണ്ടന്റ് 100% കോട്ടണോ അല്ലെങ്കിൽ കോട്ടൺ ബ്ലെൻഡുകളോ ആയിരിക്കും. തണുത്ത വെള്ളത്തിലുള്ള മെഷീൻ വാഷ്, കുറഞ്ഞ ചൂടിലുള്ള തമ്പിൾ ഡ്രൈ, ആവശ്യമെങ്കിൽ മീഡിയം ഹീറ്റിലുള്ള അയണിംഗ്, കോട്ടൺ ചുരുങ്ങാനുള്ള സാധ്യത തുടങ്ങിയവ ഇതിന്റെ കെയർ ഇൻസ്ട്രക്ഷനുകളിൽ ഉൾപ്പെടുന്നു. അതിനാൽ സ്പെസിഫിക് കെയർ ലേബലുകൾ ഫോളോ ചെയ്യുക. ലിനനിലെ ഫൈബർ കണ്ടന്റ് 100% ലിനൻ ആണ്. തണുത്ത വെള്ളത്തിലുള്ള ഹാൻഡ് വാഷ് അല്ലെങ്കിൽ മെഷീൻ വാഷ്, സാവധാനത്തിലുള്ള സൈക്കിളുകളാണോ കൂടുതൽ അഭികാമ്യം, കുറഞ്ഞ ചൂടിൽ ഹാൻഡ് ഡ്രൈ ചെയ്യണോ തമ്പിൾ ഡ്രൈ ചെയ്യണോ, ലിനനിന്റെ ചുരുങ്ങാനുള്ള സാധ്യത, ആവശ്യമെങ്കിൽ ഹോട്ട് അയൺ ഉപയോഗിച്ചുള്ള അയണിംഗ്
എന്നിവ കെയർ ഇൻസ്ട്രക്ഷനുകളിൽ ഉൾപ്പെടുന്നു. സിൽക്കിലെ ഫൈബർ കണ്ടന്റ് 100% സിൽക്കാണ്. തണുത്ത വെള്ളത്തിൽ വീര്യം കുറഞ്ഞ ഡിറ്റർജന്റുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഹാൻഡ് വാഷിംഗ്, പിഴിയുന്നതോ ചുരുങ്ങുന്നതോ ഒഴിവാക്കുക, ഹാങ് ഡ്രൈ ചെയ്യുക, ആവശ്യമെങ്കിൽ കുറഞ്ഞ ചൂടിൽ അയൺ ചെയ്യുക എന്നിവ കെയർ ഇൻസ്ട്രക്ഷനുകളിൽ ഉൾപ്പെടുന്നു. വൂളുകളിലെ ഫൈബർ കണ്ടന്റ് 100% വൂൾ അല്ലെങ്കിൽ വൂൾ ബ്ലെൻഡുകൾ ആണ്. അഥവാ അൽപാക അല്ലെങ്കിൽ കാശ്മീർ പോലുള്ള മറ്റ് മൃഗങ്ങളുടെ ഫൈബറുകളും ഉൾപ്പെടുത്താം. ടൈലർ ചെയ്ത ഗാർമെന്റുകൾക്കായി ഡ്രൈ ക്ലീനിംഗ് വൂളുകൾ തണുത്ത വെള്ളത്തിൽ ഹാൻഡ് വാഷ് ചെയ്യാം. റീഷേപ്പ് ചെയ്ത് ഉണക്കാനായി ഫ്ലാറ്റായി വിരിക്കുക. വൂളുകൾ ചുരുങ്ങുന്ന വിധത്തിലുള്ള അധിക ഹീറ്റ് ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക മുതലായവ കെയർ ഇൻസ്ട്രക്ഷനുകളിൽ ഉൾപ്പെടുന്നു. ബാംബുവിലെ ഫൈബർ കണ്ടന്റ് ബാംബു വിസ്കസ് അല്ലെങ്കിൽ ബാംബു ബ്ലെൻഡുകളാണ്. ജെന്റിൽ സൈക്കിളുകളിൽ തണുത്ത വെള്ളത്തിൽ കഴുകുന്നത്, കുറഞ്ഞ ചൂടിലുള്ള തമ്പിൾ ഡ്രൈ അല്ലെങ്കിൽ ഹാങ് ഡ്രൈ, ബാംബു ഫാബ്രിക്കുകൾ ആന്റി ബാക്ടീരിയൽ ആയതിനാൽ കുറഞ്ഞ ഫ്രീക്വന്റ് വാഷിംഗ് മാത്രമേ ആവശ്യമുള്ളൂ തുടങ്ങിയ കാര്യങ്ങൾ കെയർ ഇൻസ്ട്രക്ഷനുകളിൽ ഉൾപ്പെടുന്നു. ജൂട്ടിൽ ഫൈബർ കണ്ടന്റ് ജൂട്ട് പ്ലാന്റിൽ നിന്നുള്ള നാച്ചുറൽ പ്ലാന്റ് ഫൈബർ ആണ്. വെള്ളം അല്ലെങ്കിൽ മോയ്സ്ചറൈസറുള്ള സമ്പർക്കം ഒഴിവാക്കുക എന്നതാണ് കെയർ ഇൻസ്ട്രക്ഷനിൽ ഉൾപ്പെടുന്ന പ്രധാന നിർദ്ദേശം. കാരണം ജൂട്ടിന് അതിന്റെ സ്ട്രെങ്തും ഷേപ്പും നഷ്ടപ്പെടും. ഡ്രൈ ക്ലോത്ത് ഉപയോഗിച്ച് സ്പോട്ട് ക്ലീൻ ചെയ്യുക. ഫാബ്രിക് ബ്ലെൻഡ്, വീവ് അപ്ലൈ ചെയ്യപ്പെടുന്ന അഡീഷണൽ ട്രീറ്റ്മെന്റുകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ സ്പെസിഫിക് റെക്കമെൻഡേഷനുകൾ മാറിയേക്കാം. അതിനാൽ എപ്പോഴും ഫാബ്രിക്കുകളിലോ അല്ലെങ്കിൽ ഗാർമെന്റ് ലേബലുകളിലോ നൽകിയിരിക്കുന്ന കെയർ ഇൻസ്ട്രക്ഷനുകൾ റഫർ ചെയ്യുക. ചില കോമൺ സിന്തറ്റിക് ഫാബ്രിക്കുകൾ അവയുടെ പേരുകൾ, ഫൈബർ കണ്ടന്റ്, ജനറൽ കെയർ ഇൻസ്ട്രക്ഷൻസ് എന്നിവ ഉൾപ്പെടുത്തി സ്വാച്ച് ബുക്ക് നിർമ്മിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. പോളിസ്റ്ററിൽ ഫൈബർ കണ്ടന്റ് 100% പോളിസ്റ്റർ അല്ലെങ്കിൽ പോളിസ്റ്റർ ബ്ലെൻഡുകളാണ്. ചൂടുവെള്ളത്തിലുള്ള മെഷീൻ വാഷ്, കുറഞ്ഞ ചൂടിലുള്ള തമ്പിൾ ഡ്രൈ അല്ലെങ്കിൽ ഹാങ് ഡ്രൈ ചെയ്യുക തുടങ്ങിയവ കെയർ ഇൻസ്ട്രക്ഷനുകളിൽ ഉൾപ്പെടുന്നു. പോളിസ്റ്ററുകൾ പൊതുവെ ചുരുങ്ങാത്തവയാണ്. അതിനാൽ അയണിംഗ് ആവശ്യമായി വരുന്നില്ല. നൈലോണിലെ ഫൈബർ കണ്ടന്റ് 100% നൈലോൺ അല്ലെങ്കിൽ നൈലോൺ ബ്ലെൻഡുകളാണ്. തണുത്ത വെള്ളം ഉപയോഗിച്ചുള്ള മെഷീൻ വാഷ്, കുറഞ്ഞ ചൂടിലുള്ള തീമ്പിൾ ഡ്രൈ എന്നിവ കെയർ ഇൻസ്ട്രക്ഷനുകളിൽ ഉൾപ്പെടുന്നു. നൈലോണുകൾ പെട്ടെന്ന് ഉണങ്ങുന്നവയാണ്. ഒപ്പം ഇവ ആക്റ്റീവ് വെയറുകളിൽ ഉപയോഗിക്കുന്നു. റയോണിലെ ഫൈബർ കണ്ടന്റ് റീജനറേറ്റ് ചെയ്ത സെല്ലുലോസ് ഫൈബറുകളാണ്. തണുത്ത വെള്ളത്തിലുള്ള മെഷീൻ വാഷ് അല്ലെങ്കിൽ ഹാൻഡ് വാഷ് നനഞ്ഞ അവസ്ഥയിൽ റയോൺ ചുരുങ്ങുന്നു. അതിനാൽ റീഷേപ്പ് ചെയ്ത് ഫ്ലാറ്റായി ഉണക്കുക, ആവശ്യമെങ്കിൽ കുറഞ്ഞ ചൂടിൽ അയൺ ചെയ്യുക തുടങ്ങിയവ കെയർ ഇൻസ്ട്രക്ഷനുകളിൽ ഉൾപ്പെടുന്നു. ഫാബ്രിക്കിലെ അല്ലെങ്കിൽ ഗാർമെന്റിലെ ലേബലിൽ നൽകിയിരിക്കുന്ന കെയർ ഇൻസ്ട്രക്ഷനുകൾ എല്ലായ്പ്പോഴും പരിശോധിക്കുക. കാരണം ഫാബ്രിക്കിന്റെ ബ്ലെൻഡ്, വീവ്, അപ്ലൈ ചെയ്ത ഏതെങ്കിലും അഡീഷണൽ കെയർ എന്നിവയെ അടിസ്ഥാനമാക്കി സ്പെസിഫിക് റെക്കമെൻഡേഷനുകൾ വ്യത്യാസപ്പെടാം. കെയർ റിക്വയർമെന്റുകൾ മനസ്സിലാക്കുന്നത് സിന്തറ്റിക് ഫാബ്രിക്കുകളുടെ ലോങ് ലൈഫും ക്വാളിറ്റിയും ഉറപ്പാക്കുന്നു. സ്പെഷ്യാലിറ്റി ഫാബ്രിക്കുകളെ അവയുടെ പേരുകൾ, ഫൈബർ കണ്ടന്റ്, ജനറൽ കെയർ ഇൻസ്ട്രക്ഷനുകൾ എന്നിവ ഉൾപ്പെടുത്തി സ്വാച്ച് ബുക്ക് നിർമ്മിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. വെൽവെറ്റിൽ സിൽക്ക് കോട്ടൺ, റയോൺ അല്ലെങ്കിൽ സിന്തറ്റിക് ബ്ലെൻഡുകൾ ഉൾപ്പെടെ വിവിധ ഫൈബറുകളിൽ നിന്ന് നിർമ്മിച്ച വെൽവെറ്റാണ് ഫൈബർ കണ്ടന്റ്. കെയർ ഇൻസ്ട്രക്ഷനുകളിൽ വെൽവെറ്റിന്റെ ടെക്സ്ചറും അപ്പിയറൻസും നിലനിർത്തുന്നതിനായി ഡ്രൈ ക്ലീനിംഗ് റെക്കമെൻഡ് ചെയ്യുന്നു. ഹാൻഡ് വാഷിംഗ് അത്യാവശ്യമാണെങ്കിൽ വീര്യം കുറഞ്ഞ ഡിറ്റർജന്റും തണുത്ത വെള്ളവും ഉപയോഗിക്കുക. ചുളുക്കുകയോ പിഴിയുകയോ ചെയ്യരുത്. അധിക വെള്ളം പതുക്കെ പ്രസ് ചെയ്ത് കളയുക. ഉണങ്ങാനായി വിരിച്ചിടുക അല്ലെങ്കിൽ രോമാവരണം ചതഞ്ഞു പോകാതിരിക്കാനായി വെർട്ടിക്കലി തൂക്കിയിടുക. രോമാവരണം റീസ്റ്റോർ ചെയ്യാനും പരന്നുപോയ ഭാഗങ്ങൾ നീക്കം ചെയ്യാനും വെൽവെറ്റ് ബ്രഷ് ഉപയോഗിക്കുക. സ്യൂഡയിൽ സാധാരണയായി പശുക്കൾ, ആട് അല്ലെങ്കിൽ ചെമ്മരിയാട് എന്നീ മൃഗങ്ങളുടെ തൊലിയുടെ അടിഭാഗത്തു നിന്ന് നിർമ്മിക്കുന്ന സ്യൂഡയാണ് ഫൈബർ കണ്ടന്റ്. കെയർ ഇൻസ്ട്രക്ഷനുകളിൽ ഇനി പറയുന്നവ ഉൾപ്പെടുന്നു. സ്യൂഡയുടെ സ്ട്രക്ചർ നിലനിർത്താൻ പതിവായി സ്യൂഡെ ബ്രഷ് ഉപയോഗിച്ച് അതിനെ ക്ലീൻ ചെയ്യുക.
സ്റ്റെയിൻ നീക്കം ചെയ്യാൻ ഒരു സ്യൂഡേ എറേസർ അല്ലെങ്കിൽ വിനിഗർ സൊല്യൂഷൻ ഉപയോഗിക്കുക. സ്യൂഡേ വെള്ളവുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക. ഇത് നനഞ്ഞാൽ വൃത്തിയുള്ള തുണി ഉപയോഗിച്ച് ഒപ്പിയെടുത്ത് വായുവിൽ ഉണങ്ങാൻ അനുവദിക്കുക. കൂടുതൽ കടുപ്പമുള്ള പാടുകൾ അല്ലെങ്കിൽ ഹെവി സോയിലിംഗ് എന്നിവയ്ക്ക് പ്രൊഫഷണൽ ക്ലീനിംഗ് റെക്കമെൻഡ് ചെയ്യുന്നു. ലെതറിൽ പശുക്കൾ, ആട്, ചെമ്മരിയാട് അല്ലെങ്കിൽ പന്നികൾ തുടങ്ങിയ മൃഗങ്ങളുടെ ചർമ്മത്തിൽ നിന്നോ തൊലികളിൽ നിന്നോ നിർമ്മിച്ചെടുക്കുന്ന ലെതറാണ് ഫൈബർ കണ്ടന്റ്. കെയർ ഇൻസ്ട്രക്ഷനുകളിൽ ഇനി പറയുന്നവ ഉൾപ്പെടുന്നു. സർഫേസിലെ അഴുക്ക് നീക്കം ചെയ്യാൻ ലെതർ നനഞ്ഞ തുണി ഉപയോഗിച്ച് തുടയ്ക്കുക. മെറ്റീരിയൽ സോഫ്റ്റായി നിലനിർത്താനും ഉണങ്ങുകയോ പൊട്ടുകയോ ചെയ്യുന്നത് തടയാൻ ലെതർ കണ്ടീഷണർ ഉപയോഗിക്കുക. മങ്ങുന്നത് തടയാൻ നേരിട്ടുള്ള സൺലൈറ്റ് ദീർഘനേരം നേരിട്ട് പതിക്കുന്നത് ഒഴിവാക്കുക. ലെതറിനെ വെള്ളത്തിൽ നിന്ന് അകറ്റി നിർത്തുക. ഇത് നനയുകയാണെങ്കിൽ വൃത്തിയുള്ള തുണി ഉപയോഗിച്ച് ഒപ്പിയെടുത്ത് വായുവിൽ ഉണങ്ങാൻ അനുവദിക്കുക. ഡീപ് ക്ലീനിങ്ങോ സ്റ്റെയിനുകൾക്കോ വേണ്ടി ഒരു പ്രൊഫഷണൽ ലെതർ ക്ലീനറെ സമീപിക്കുക. ലേസിൽ കോട്ടൺ, സിൽക്ക്, നൈലോൺ അല്ലെങ്കിൽ പോളിസ്റ്റർ എന്നിവ ഉൾപ്പെടുന്ന വിവിധ ഫൈബറുകളിൽ നിന്ന് നിർമ്മിച്ച ലേസാണ് ഫൈബർ കണ്ടന്റ്. കെയർ ഇൻസ്ട്രക്ഷനുകളിൽ ഇനി പറയുന്നവ ഉൾപ്പെടുന്നു. വീര്യം കുറഞ്ഞ ഡിറ്റർജന്റ് ഉപയോഗിച്ച് തണുത്ത വെള്ളത്തിൽ ലേസ് ഇനങ്ങൾ ഹാൻഡ് വാഷ് ചെയ്യുക. ചുളുക്കുന്നതോ പിഴിയുന്നതോ ഒഴിവാക്കുക. അധികമായുള്ള വെള്ളം പതുക്കെ പ്രസ് ചെയ്ത് കളയുക. വൃത്തിയുള്ള ടവലിൽ വിടർത്തിയിട്ട് ഉണങ്ങാൻ വെക്കുക അല്ലെങ്കിൽ ഹാൻഡ് ഡ്രൈ ചെയ്യുക. ജെന്റിൽ സൈക്കിളിലുള്ള മെഷീൻ വാഷിംഗ് സമയത്ത് സോഫ്റ്റ് ലേസുകൾ സംരക്ഷിക്കാൻ ഒരു മെഷ് ലോണ്ടറി ബാഗ് ഉപയോഗിക്കുക. ആവശ്യമെങ്കിൽ സോഫ്റ്റ് ഫൈബറുകൾ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു പ്രസ്സിംഗ് ക്ലോത്ത് ഉപയോഗിച്ച് ഏറ്റവും താഴ്ന്ന സെറ്റിംഗിൽ അയൺ ചെയ്യുക. ഫാബ്രിക്കിലോ അല്ലെങ്കിൽ ഗാർമെന്റിലെ ലേബലിലോ നൽകിയിരിക്കുന്ന ഇൻസ്ട്രക്ഷനുകൾ എപ്പോഴും പരിശോധിക്കുക. കാരണം ഫാബ്രിക്കിന്റെ ബ്ലെൻഡ്, അപ്ലൈ ചെയ്യുന്ന ഏതെങ്കിലും അഡീഷണൽ ട്രീറ്റ്മെന്റുകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ സ്പെസിഫിക് റെക്കമെൻഡേഷനുകൾ വ്യത്യാസപ്പെടുന്നു. ആവശ്യമായ കെയറുകൾ മനസ്സിലാക്കുന്നതിലൂടെ സ്പെസിഫിക് ഫാബ്രിക്കുകളുടെ ദീർഘായുസ്സും ഗുണനിലവാരവും ഉറപ്പുവരുത്തുന്നു. ചർച്ച ചെയ്ത പ്രധാന പോയിന്റുകൾ നമുക്ക് ഒന്ന് നോക്കാം. റീക്യാപ്പ്. ഒരു ഫാബ്രിക് സ്വാച്ച് ബുക്ക് വിവിധ ഫാബ്രിക്കുകളെ നേരിട്ടു കാണുന്നതിനും തൊട്ടുനോക്കുന്നതിനുമുള്ള ഒരു റഫറൻസ് ഗൈഡായി പ്രവർത്തിക്കുന്നു. ഒരു നല്ല ഫാബ്രിക് സ്വാച്ച് ബുക്കിൽ മെറ്റീരിയലുകളുടെ വൈവിധ്യമാർന്ന റേഞ്ച് ഉൾപ്പെടുത്തണം. കൂടാതെ ഫാബ്രിക്കുകളെ വ്യത്യസ്ത വിഭാഗങ്ങളായി ക്രമീകരിച്ചിരിക്കുകയും വേണം. ഒരു ഫാബ്രിക് സ്വാച്ചിലും വിശദമായ വിവരങ്ങൾ, അതായത് ഫാബ്രിക്കിന്റെ പേര്, ഫൈബർ കണ്ടന്റ്, കെയർ ഇൻസ്ട്രക്ഷനുകൾ എന്നിവ ഉണ്ടായിരിക്കണം. ഇതോടെ നമ്മൾ ഈ സെഷന്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. മാർക്കറ്റ് സർവേയെയും സ്വാച്ച് ഫയലിനെയും കുറിച്ചുള്ള രണ്ടാം ഭാഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണ ലഭിച്ചിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.